ടെക്നോ പോവ 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ 3 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ പോവ 3ൽ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ 13,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ബ്ലൂ, ടെക് സിൽവർ, അതുപോലെ തന്നെ എക്കോ ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ mediatekൻ്റെ helio G88 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഇത് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലാണ് വരുന്നത്. അതുപോലെ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഈ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫൈറ്റ് കൂളിംഗ് ഫീച്ചറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ DTS സ്റ്റീരിയോ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 11 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിൽ 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫിലിപ്പൈൻസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിലിപ്പൈൻസിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 13,300 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ജൂണിലായിരിക്കും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,300 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോവ 3 എന്ന ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പം ചിലപ്പം വില കുറച്ചും കൂടിയൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഈ ഫോണിൻ്റെ വില ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ടെക്നോ പോവ 3 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ നിങ്ങൾ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.